ഇപ്പോൾ കെ രമ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി രമ, ഒരു വലിയ യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തിയിരിക്കുന്നു PV അൻവർ. മുമ്പും CPM-ൽ വിമതത്വമോ അല്ലെങ്കിൽ വിമർശനങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയും രൂക്ഷമായി, ഇത്രയും കടന്നാക്രമിച്ച് ആരും പറയുകയോ നിലപാടെടുക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു, മാഷാ അള്ളാ ഇന്നോവ എന്ന്. അൻവറിനെ ഇനി നിഷ്കാസനം ചെയ്യും CPM എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അൻവറിനെ നിഷ്കാസനം ചെയ്യാൻ ഇനി CPM-ന് സാധിക്കില്ല. കാരണം ചന്ദ്രശേഖരന്റെ അനുഭവം അവർക്കുണ്ട്. അതുകൊണ്ട് ഇനി അത്തരത്തിലൊരു ഇതിലേക്ക് പാർട്ടി മുതിരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾ ഈ പാർട്ടിയിലെ പുഴുക്കുത്തുകൾക്കെതിരെ, പാർട്ടിയിലെ നേതൃത്വത്തിന്റെ തെറ്റായ വഴികൾക്കെതിരെയായിരുന്നു ഞങ്ങൾ ഇവിടെ സമരം തുടങ്ങിയത്. അവിടെയാണ് ചന്ദ്രശേഖരനെ അവർ ഇല്ലാതാക്കിയത്. ചന്ദ്രശേഖരന്റെ മേൽ ഇന്നോവ അടുത്തത്. പക്ഷെ അൻവറിന് നേരെ അങ്ങനെ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരു നിമിഷം പോലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ അർഹനല്ല. മുഖ്യമന്ത്രി എത്രയും വേഗം രാജിവെക്കുകയാണ് വേണ്ടത്. എന്തെല്ലാം ഗുരുതരമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. സ്വർണ്ണ കടത്ത് കൂട്ടു നിൽക്കുന്നു, കള്ളനാണ് എന്നത് വരെ പറഞ്ഞിരിക്കുകയാണ് അൻവർ. ഏറ്റവും ശക്തമായ ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അതും ഭരണപക്ഷത്തുള്ള ഒരു MLA ആണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്ത് നടപടിയാണ് പാർട്ടി ചെയ്യാൻ പോകുന്നത്? അവിടെ ശ്രീമതി രമ, ഈ ആരോപണങ്ങളെല്ലാം നമുക്ക് വിശ്വസിക്കണോ? CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൻവറിന്റെ ചില പരാമർശങ്ങൾ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ളതാണ്. റിയാസിന് വേണ്ടി ഈ പാർട്ടിയെ നശിപ്പിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായും പാർട്ടി സമ്മേളനത്തിൽ ചില ഇളക്കങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ചില പരാമർശങ്ങളാണ്. ഇതിൽ അൻവറിന്റെ ആരോപണങ്ങളെല്ലാം മെറിറ്റുള്ളതാണെന്ന് താങ്കൾ വ്യക്തിപരമായി വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അത് അങ്ങനെയൊന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. പക്ഷെങ്കിൽ അൻവർ ഉന്നയിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഈ പൊതുസമൂഹത്തെ വളരെ നേരത്തെ പറയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തന്നെയാണ് ഈ പാർട്ടിയകത്തുള്ള ഈ മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നേരത്തെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അത് പങ്കുണ്ട്, മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട്. അതിനകത്ത് മുഖ്യമന്ത്രി ഓഫീസിൽ പങ്കുള്ളപ്പോൾ മുഖ്യമന്ത്രി അറിയാതിരിക്കില്ല എന്നുള്ളത് എത്ര കാലമായി ചർച്ച ചെയ്യുന്നതാണ്. അത് തന്നെയാണല്ലോ ഇപ്പൊ അൻവർ പറയുന്നത്. അതിപ്പോ അൻവർ തുറന്നു പറഞ്ഞു എന്നത് മാത്രമല്ലല്ലോ, ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അത്തരം വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഗൗരവവുമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രീമതി രമ, CPM മെമ്പർ അല്ല അൻവർ സ്വതന്ത്ര MLA ആണ്. പക്ഷെ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിലെ അംഗമാണ് താനും. ഇപ്പോൾ CPM-ൽ നിന്നോ അല്ലെങ്കിൽ CPM-ൽ നിന്ന് കുറച്ച് വിട്ടോ ആ പാർട്ടിയെ ആക്രമിച്ച ആളുകളെല്ലാം നല്ല നിലയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വിമർശകരോട് അത്ര വലിയ സഹിഷ്ണുതയും ജനാധിപത്യ ബോധവും പുലർത്തിയ ചരിത്രം CPM-നില്ല. ഇവിടെ പക്ഷേ മുഖ്യമന്ത്രിയെ പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്യാണ് PV അൻവർ. അതിന് മാത്രമുള്ള ശക്തി എന്ന് പറഞ്ഞാൽ അതിനുശേഷവും നെഞ്ചുവിരിച്ച് നിൽക്കാനുള്ള ഒരു പരിസരം അൻവറിനുണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, ഇത് അൻവർ മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. CPM-ലെ അതിശക്തമായ ഗ്രൂപ്പ്, അതിനകത്ത് അതിന്റെ പിന്നിൽ പാർട്ടിയിലെ ഒരു ഗ്രൂപ്പ് അൻവറിന് പിന്തുണയുമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അൻവറിന് ഇതുപോലെ ആഞ്ഞടിക്കാൻ വേണ്ടി സാധിക്കില്ല. വലിയൊരു പിന്തുണ, പാർട്ടിയിലെ ശക്തമായ ഒരു വിഭാഗത്തിന്റെ പിന്തുണ അൻവറിനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ ബലത്തിൽ കൂടിയാണ് അൻവർ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുള്ള ഗ്രൂപ്പാണ് ഏറ്റവും ശക്തമായി ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അൻവറിന്റെ മാത്രം ആരോപണങ്ങളായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. പാർട്ടി അവസാനിക്കുന്നു, CPM എന്ന പാർട്ടി അവസാനിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് വളരെ കൃത്യമായി പറഞ്ഞു. CPM-ന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണെന്ന് അൻവർ പറയുന്നത്. ഇത് നമ്മള് ഒരുപാട് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ അതിൽ നൽകാം.